രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടിയാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ആൻസർ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് റൂൾ. അഡീഷന്റെ ഫസ്റ്റ് റൂൾ ഇതാണ്. രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? First question, plus second one minus 80 plus minus. എക്സാമ്പിൾ ആണോ? എക്സാമ്പിൾ ആയിട്ട് വേണ്ട, ഇതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇന്നലെ തന്നെ എഴുതിക്കും. പോസിറ്റീവ് 675 എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. Positive 675 plus positive 345 equal to dash. എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് മൈനസ് 80 പ്ലസ് മൈനസ് 160 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. എത്ര ഫസ്റ്റിന്റെ ആൻസർ? ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എത്രയാ? 675 1020 1020. രണ്ടാമത്തെന്തോ? 240 ആണോ? -240. -240. അത് മറന്നു പോവരുത്. നമ്മൾ ഇന്റിജേഴ്സ് പഠിച്ചു. ഇനി നമ്പേഴ്സിനെ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് കൂട്ടി വായിക്കണം. -80 plus -160 is equal to -240. ഓക്കെ. പോസിറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്ലസ് 1020 എന്ന് പറയേണ്ട ആവശ്യമില്ല. 1020 എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ നെഗറ്റീവ് നമ്പേഴ്സ് പറയുമ്പോ അതിന്റെ കൂടെ മൈനസ് എന്തായാലും ചേർത്തിട്ടുണ്ടാവണം. ഫസ്റ്റ് റൂള് മനസ്സിലായല്ലോ? എന്തായിരുന്നു ഫസ്റ്റ് റൂൾ? അഡീഷൻ ഓഫ് ടു ലൈക്ക് സൈൻസ് ആണെങ്കിൽ അതിന്റെ സൈൻ കൺസിഡർ ചെയ്യാതെ നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യാം. എന്നിട്ട് സെയിം സൈൻ തന്നെ സമ്മിന് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു റൂളും കൂടിയുണ്ട്. സെക്കൻഡ് റൂൾ, addition of two different signs. Addition of two different signs. അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളതെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ അത്ര ഈസി അല്ല. ഇതെല്ലാവർക്കും തെറ്റുന്ന ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്ന റൂൾ ഞാനൊന്ന് വായിക്കാം. ടു ആഡ് ടു ഇന്റിജേഴ്സ് ഓഫ് അൺലൈക്ക് സൈൻസ്, one positive and the other negative, find the difference between their numerical values regardless of their signs and give the sign of the greater integer to this difference. മനസ്സിലായോ വല്ലതും? മനസ്സിലായോ വല്ലതും? ഒന്നുകൂടി വായിക്കാം. To add two integers of unlike signs. Unlike signs എന്ന് പറഞ്ഞാൽ one positive and other negative. Find the difference between their numerical values regardless of their signs and give the sign of the greater integer to this difference. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈൻ കൺസിഡർ ചെയ്യാതെ
രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ഡിഫറൻസിന്റെ കൂടെ തന്നിരിക്കുന്ന ആഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണോ വലുത് അതിന്റെ സൈൻ ഇട്ട് കൊടുക്കാം. ഏതാണോ വലുത് എന്ന് വെച്ചാല് ഇപ്പൊ -1 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ -3 ആണെങ്കിൽ മൈനസിന്റെ സൈൻ ആയിരിക്കും ഇട്ട് കൊടുക്കാം. ഓക്കെ, മൈനസ് സൈൻ ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. അതായത് രണ്ട് ഡിഫറെന്റ് സൈനുള്ള ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദർ ആബ്സല്യൂട്ട് വാല്യൂസ്. അതിന്റെ രണ്ടിന്റെയും ആബ്സല്യൂട്ട് വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ആബ്സല്യൂട്ട് വാല്യൂസിൽ ഏതാണോ വലുത് അതിന്റെ സൈൻ ആയിരിക്കണം ആ ഡിഫറൻസിന്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. പേജ് നമ്പർ 125 ഏറ്റവും മേലെ റൂൾ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് കണ്ടോ? -25 + 11, -25 + 11. അതില് 25ന്റെയും 11ന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാം. എത്രയാ 25ന്റെയും 11ന്റെയും ഡിഫറൻസ്? 14. എന്നിട്ട് എന്ത് ചെയ്യാ? ആ 25ഉം 11ഉം വെച്ച് നോക്കിയാൽ ഏതാണോ വലുത്? 25 അല്ലേ വലുത്? 25ന്റെ സൈൻ ഏതാ ഇവിടെ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. അപ്പൊ 14ന്റെ കൂടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ, എന്നാലും പഠിച്ചേ പറ്റൂ. എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഭാഗമാണിത്. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എന്തായാലും തെറ്റിപ്പോകും. അടുത്ത എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒന്ന് നോക്കിയേ. 79 + -48. 79 + -48 എന്ന് പറയുമ്പോ 79ന്റെയും 48ന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാം. എത്രയാ രണ്ടിന്റെയും ഡിഫറൻസ്? 31. ഇനി 79ഉം 48ഉം വെച്ച് നോക്കിയാൽ ഏതായിരിക്കും വലുത്? 79 അല്ലേ? 79ന്റെ സൈൻ ഏതാ ഇവിടെ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പൊ 31ന്റെ കൂടെ പോസിറ്റീവ് സൈൻ ചേർക്കാം. പോസിറ്റീവ് സൈൻ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് സൈൻ ആണെങ്കിൽ മാത്രം അവിടെ നെഗറ്റീവ് എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? രണ്ട് ഡിഫറെന്റ് സൈൻ ഉള്ള ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സൈൻ കൺസിഡർ ചെയ്യാതെ രണ്ടിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആബ്സല്യൂട്ട് വാല്യൂസിൽ ഏതാണോ വലിയ നമ്പർ ആ നമ്പറിന്റെ കൂടെ വരുന്ന സൈൻ ആയിരിക്കണം നമ്മുടെ ആൻസറിന് ഇടുന്ന സൈൻ. ഓക്കെ, 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിനെന്താ നോട്ട് എഴുതേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അഡീഷൻ ഓഫ് two different signs. First, find the difference of the absolute values of the integers and put the sign of the greater absolute value. Find the difference of the absolute values of the integers and put the sign of the greater absolute value. എഴുതി വെച്ചോ നോട്ടിലേക്ക്. അപ്പൊ ഈ പോസിറ്റീവിന്റെ ചിഹ്നം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ? പോസിറ്റീവിന്റെ ചിഹ്നം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നെഗറ്റീവിന്റെ ചിഹ്നം ഇടാൻ മറക്കരുത്. വാല്യൂല് നല്ല ഡിഫറൻസ് വരും. പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതല്ല, അതിന് നമ്മൾ പോസിറ്റീവ് ചിഹ്നം ഇടാറില്ലല്ലോ.
പോസിറ്റീവിന്റെ സൈൻ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഫോർമുല ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇടേണ്ട ആവശ്യം. ഫോർമുല ചെയ്യുമ്പോ ഓക്കെ, അത് നെസസറി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവ് സൈൻ ഇട്ടാൽ മതി. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണെങ്കിൽ മാത്രം നമ്പേഴ്സിന്റെ കൂടെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് സൈൻ ഇടുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. മിസ് അപ്പൊ ഇത് 5ാം ക്ലാസ് ഒന്നും പഠിക്കാനില്ലായിരുന്നു? 5ാം ക്ലാസ്സിലില്ല. You don't worry, you will have the first chapter of the 7th chapter, sorry 7th class integers. Integers ആണ് 7th ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നുമില്ല, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പൊ അഡീഷൻ മനസ്സിലായല്ലോ, എഴുതിയെടുത്തോ. മിസ് അവിടെ പാഠത്തിന്റെ പകുതി പോലും എത്തിയില്ല. എന്തോ പാഠത്തിന്റെ പകുതി പോലും എത്തില്ല. എല്ലാം മൊത്തമുള്ള പാഠത്തിന്റെ 17 പാഠത്തില് 6ാമത്തെ പാഠല്ലേ എത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ, അടുത്ത വർഷം വരുന്നത് ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിടുന്നതേ ഉള്ളൂ. ബാക്കി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അറിയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തീർക്കണ്ടേ, അതുകൊണ്ട് ഇൻഡിജേഴ്സ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇൻഡിജേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് ഇൻഡിജർ. നമുക്ക് അടുത്ത വർഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോ അഡീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേജ് നമ്പർ 127, പേജ് നമ്പർ 127 എക്സസൈസ് 6B, പേജ് 127 എക്സസൈസ് 6B. എക്സസൈസ് 6Bയില് 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും, 5ാമത്തെ വേണ്ട, 3ാമത്തെ 4ാമത്തെ മതി. അല്ലെങ്കിൽ വേണ്ട, 3ാമത്തെ മതി, 3ാമത്തെ മതി. കുറച്ച് കൊണ്ടുവരുമ്പോ സന്തോഷമല്ലേ വേണ്ടേ? 3ാമത്തെ മാത്രം ചെയ്താൽ മതി. എക്സസൈസ് 6B, 3rd question. Add the following without using the number line. നമ്പർ ലൈൻ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി അതിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അഡീഷണൽ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അത് പ്രോപ്പർട്ടി പറയുന്നില്ല, അല്ലാതെ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബൈ.